അസ്സലാമലൈക്കും. ഈ നോമ്പ് കാലത്ത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്സുമായാണ് ഞാൻ വന്നത്. ഇതുപോലെയുള്ള പഴമെടുക്കണം. പുറം ചെറിയ യെല്ലോ കളർ ഉണ്ടായിരിക്കണം, പക്ഷെ ഉള്ളിൽ ചെറിയ പച്ചയുമായിരിക്കണം. എന്നിട്ട് അത് തൊലി കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. എല്ലാം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഞാനൊരു 10 മിനിറ്റ് മുന്നേ ഇഡ്ഡലിത്തട്ട് ചൂടാക്കാൻ വെച്ചിരുന്നു. അതിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. പഴം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമ്മുടെ എഗ് ബീറ്റർ ഇല്ലേ, അതിനെ കൊണ്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി നന്നായി അരഞ്ഞു കിട്ടണം. ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. മാറ്റി വെച്ച് കൊടുക്കാം. 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് വറുത്ത് പിടിച്ച ഏലക്കായ. എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി എടുക്കണം. പഞ്ചസാര അലിയുന്നത് വരെ മിക്സ് ആക്കണം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണ് ഗീ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് മൂത്ത് വന്നാൽ കുറച്ച് മുന്തിരി കൂടി ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് മുന്തിരി ഇടരുത്. എല്ലാം കൂടി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് നേരത്തെ എഗ്ഗ് ബീറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ, ഒന്ന് മിക്സ് ആക്കി വെച്ചത് അത് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് ഇളക്കരുത്. ഒന്ന് കുറച്ച് ഉറച്ച് വന്നാൽ മാത്രം ഇളക്കണം, എന്നാലേ ഈ കടിക്കാൻ കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഓഫ് ചെയ്യാം. ഇനി ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് കുറച്ച് ഇതെടുത്ത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ പരത്തി കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഈ നമ്മുടെ മുട്ട മസാല ഇല്ലേ, അത് വെച്ച് കൊടുക്കാം. കായ് അരച്ചതിൻ്റെ ഉള്ളിൽ മുട്ട മസാല വെച്ച് കൊടുത്ത് ഇതുപോലെ ഷേപ്പാക്കി എടുത്ത് കൈ കൊണ്ട് ഉന്നക്കായയുടെ ഷേപ്പിലാക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കണം. ഇതേ ഷേപ്പിലാക്കി കൊടുക്കാം. എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി തിളക്കാൻ വെച്ചിട്ടുണ്ട്. അത് മീഡിയം ഫ്ലെയിമിലേക്കാക്കി ഫ്രൈ ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിലാക്കരുത്, എണ്ണ നന്നായി കുടിക്കും. ഹൈ ഫ്ലെയിമിലാക്കിയാൽ ഉള്ളു വേവാതെ പുറം ഭാഗം മാത്രം കരിഞ്ഞു പോകും. ഒരു ഭാഗം ഫ്രൈ ആയാലും മറ്റേ ഭാഗം ഫ്രൈ ആക്കി എടുക്കാൻ പാടുള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ആണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഗ്രൈൻഡറിലൊക്കെ കായടൊക്കെ അരച്ചെടുക്കണ്ടേ, ഇതാകുമ്പോൾ എളുപ്പത്തിലായി കിട്ടി. എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ പെട്ടെന്നായി കിട്ടി. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഉന്നക്കായ തയ്യാറായിട്ടുണ്ട്. അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്.